ഹലോ ഗായ്സ്, നമ്മുടെ കൂട്ടത്തിലുള്ളത് ഫേമസ് ആയ യൂട്യൂബർ. അതിന്റെ അപ്പുറത്ത് അവിടെ കാലില് മറ്റേ ക്രീം വെച്ചോണ്ടിരിക്കുവാൻ സുട്ടു മാമെന്ന് വിളിക്കും. അവിടെ ആന്റി ജോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ് ഇൻട്രോ ഒക്കെ ഓക്കെ ആയി. ഇനി ലെറ്റ്സ് ഗോ ടു ദ ക്യാമ്പിംഗ് സൈറ്റ്. അതെ, നമ്മളിപ്പോൾ പോകുന്നത് ഒരു ക്യാമ്പിംഗ് സൈറ്റിലോട്ടാണ്. ഇതെൻ്റെ ഫസ്റ്റ് എവർ ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം ആയതിനാൽ എനിക്ക് ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഗ്രാൻഡ് എൻട്രി കൊടുത്തിട്ടാണ് ക്യാമ്പിംഗ് സൈറ്റിലെത്തിയത്, ബട്ട് ടു ലേറ്റ്. എല്ലാവരും ഓൾറെഡി ടെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ചില്ല് ചെയ്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേറ്റ് ആവാൻ റീസൺ ഞാനും ആശയും തന്നെ. ക്യാമ്പിങ്ങിൻ്റെ മെയിൻ ഐറ്റാണല്ലോ ഗ്രിൽ ചിക്കൻ. ഞങ്ങളത് ഫ്രീസറിൽ നിന്ന് എടുക്കാൻ മറന്നു. അരമണിക്കൂർ മുമ്പ് എത്തിയ ഒരു മണിക്കൂർ മുമ്പ് എത്തിയ ഒരു കാര്യമില്ല. അങ്ങനെ ടെൻ്റൊക്കെ സെറ്റായി. ഇനി മെയിൻ മിഷൻ സ്റ്റാർട്ട്. ചിക്കൻ കറി ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ജസ്റ്റ് ചപ്പാത്തി ഒന്ന് ചൂടാക്കി കഴിച്ചു. ഇങ്ങനെ കഴിക്കുന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കി എല്ലാവരും ഒരുമിച്ചിരുന്നൊരു സീരിയസ് ഡീപ്പ് കോൺവെർസേഷൻ അല്ല, പക്ഷേ മോസ്റ്റ്ലി സ്മോൾ ഗോസിപ്സ്, റാൻഡം ജോക്സ്. ഇത്തരം മൊമെൻറ്റ്സ് നമ്മൾ ലൈഫിൽ എപ്പോഴും ഓർത്ത് വയ്ക്കും. ഇവിടെ ബെയർ സൈറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫുഡൊന്നും പുറത്ത് വയ്ക്കാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞ് എല്ലാം കാറിൽ തന്നെ എടുത്ത് വെക്കണം. ഞങ്ങൾക്ക് കിട്ടിയതൊരു നല്ല സ്പോട്ട് തന്നെയായിരുന്നു. ഞാനിത് എവിടെയാണെന്ന് പറയാൻ മറന്നു. ആൽബർട്ടയിലെ വൈറ്റ് കോട്ടിനടുത്ത് കാർസൺ പെഗസസ് എന്ന ക്യാമ്പ് സൈറ്റിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വൂൾഫിൻ്റെ ഹൗളിങ്ങും മൂങ്ങയുടെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു. ശരിക്കും ഒരു കാടിൻ്റെ നടുവിൽ പെട്ട എന്താവസ്ഥ അത് തന്നെ. അത് കഴിഞ്ഞ് ബെഡ് സെറ്റിംഗ് ആയിരുന്നു. എയർ മാട്രസ് വെച്ചും സ്ലീപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് എനിക്കൊരു ഹ്യൂമൻ ബൊറീറ്റോ പോലെയാണ് തോന്നിയത്. ഗുഡ് മോർണിംഗ്. ഇവരുടെ മ്യൂസിക്കൽ കൂർക്കമ്പലി കാരണം എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. ടെൻറ്റിൻ്റെ പുറകിലുള്ള ഈ കാട്ടിക്കൂടെ വേണം കേട്ടോ ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ പോവാൻ. ഞങ്ങൾ രണ്ടുപേരും എനിക്ക് ഇത്തിരി ഒന്ന് ലേറ്റായി. അപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ദൈവന്മാർ റമ്മി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇതിൽ പ്രോ ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ മാറിക്കൊടുത്തു. പിന്നെ ആഷും തമ്മിലുള്ളൊരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ നടക്കാനിറങ്ങി. ഇനിയുള്ള എൻ്റെ വീഡിയോ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ഷെഫ് ക്യാമ്പർ ആഷാണ് കേട്ടോ. ഹലോ ഗായ്സ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കാർസൺ പെഗാസസ് എന്ന് പറഞ്ഞ ക്യാമ്പിലോട്ടാണ്. മൊത്തം ഇവിടെ ട്രൗട്ട് ഫിഷ് ആണ് സ്റ്റോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം മീൻ പിടിക്കും. പിന്നെന്തുവാ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ചില്ല് ചെയ്യും. പിന്നെന്തുവാ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ പോണ സ്ഥലം എന്ന് പറയുന്നത് 2 ലേക്കും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലം. അതിനെന്താ വിളിക്കുന്നത് നമ്മൾ പെനിൻസുല എന്ന് വിളിക്കണം. പെനിൻസുല അങ്ങനെ പറയപ്പെടുന്നു. കറക്റ്റാണോന്ന് അറിയില്ല. നമ്മള് ഇതിനെ നമ്മൾ മറന്നു, അതിനെ മുകളിലോട്ട് കയറി, അതിനെ അങ്ങോട്ട് നിങ്ങൾ പോണം. ബോട്ടും നേരം നമുക്ക് ബോട്ടും ചെയ്യാൻ ചെയ്യാം, എല്ലാം ചെയ്യാം. അതാണ് രണ്ടെണ്ണുണ്ട്. ഈ വാഷ്റൂം നാച്ചുറൽ വാഷ്റൂമാണ്, കണക്റ്റഡ് ടു എൻവയോൺമെന്റ്. മൊത്തം ഗ്രൗണ്ടിലോട്ട് അലിഞ്ഞു ചേരും. അത് ഡയറക്റ്റ് കാണാൻ പറ്റും നമുക്ക് നോക്കി കഴിഞ്ഞാൽ. അന്തരീക്ഷത്തിൽ ചെയ്യുന്നതാണ് ഈ സംഭവം. I can't wait to fish. ഇതാണ് കഴിക്കാൻ പറ്റും.
എന്തോരം കഴിച്ചു എന്നിട്ട്? ഇങ്ങനെ പല ബെറിയും പറയും. അത് എനിക്ക് നീ കഴിച്ചാൽ നീ തട്ടിപ്പോയാൽ അവൻ വേറെ പെണ്ണിനോട് സെറ്റായിട്ട് ജീവിക്കുന്നു. നമ്മൾ എഡ്മണ്ടണിൽ നിന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട് സ്ഥലത്തോട്ട്. വൈറ്റ് കോട്ട് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ടൗൺ ചെറിയ സിറ്റി. അവിടെ നിന്നൊരു 20-25 minutes കാറിൻ്റെ അകത്തോട്ടാണ് ക്യാമ്പ് സൈറ്റ് ഉള്ളത്. ഇവിടെ RV ക്യാമ്പിംഗ് ഉണ്ട്, ടെന്റ് ക്യാമ്പിംഗ് ഉണ്ട്. അതാണ് RV ക്യാമ്പിംഗ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ടെന്റ് സൈറ്റിലാണ്, വാക്കിംഗ് ടെന്റ് എന്ന് പറയും. നമ്മൾ ചെല്ലുക, ടെന്റ് അടിക്കുക. വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, വണ്ടി നമ്മൾ വേറെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യണം. നമ്മുടെ വഴികാട്ടിയും ട്രിപ്പിൻ്റെ ഗൈഡുമാണ് ഫ്രണ്ട് നടത്തുന്നത് ചുറ്റുമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം, പെനിസുല. നമ്മളെത്തുന്നതിന് മുമ്പ് ഒരു ടീം അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അവരവിടെ അവരുടെ പട്ടിയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ദാ നേരെ ടെൻറ്റിലോട്ട്. ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ? അപ്പോൾ ഷെഫ് കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അവർ തന്നെ കുക്ക് ചെയ്തോളും. ഞങ്ങൾക്ക് വല്ല പണിയൊന്നുമില്ല. വെച്ചിട്ടുണ്ടോ? അങ്ങനെ അവരവിടെ തകൃതിയായ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് അങ്ങോട്ട് പോകും, ഏത് സ്പോട്ടാണെന്നൊക്കെ അവരെനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഏതായാലും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം നമ്മളെ വൈബിനെ പറ്റിയ ടീം കൂടെ ആണെങ്കിലും സൂപ്പറല്ലേ. അതിനോടൊപ്പം ഞാൻ ഇന്നലെ നടന്നൊരു കാര്യം പറയായിരുന്നു. ഞാനവിടെ ബെയർ വരുന്നു ഒത്തിരി പേടിച്ചു. പക്ഷെ എൻ്റെ ചുറ്റിനുള്ളവരുടെ കൂർക്കമല് കാരണം ബെയർ പോയിട്ട് ഒരു പാറ്റ പോലും ആ ടെൻറ്റിനടുത്തോട്ട് വരില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ഫുഡൊക്കെ റെഡിയായി. നല്ല ചോറും ഉപ്പേരിയും കറിയും മീൻകറിയൊക്കെ ആയിരുന്നു. കോട്ടയം സ്റ്റൈൽ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോര് കറിയൊക്കെ കൂട്ടി ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് എവിടേക്കാണ് ഞങ്ങൾ പോയത്, എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം കേട്ടോ. സ്റ്റേ ട്യൂൺ.